ഏതെങ്കിലും ഒരാളുടെ ശരീരഭാഗങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് സംബന്ധിച്ച പരിശോധനകൾ തുടരുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം. നേരത്തെ മന്ത്രി VN വാസവൻ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ നമുക്ക് ബോഡി കിട്ടിയത് ഇന്നലെ ഏതാണ്ട് 5 എണ്ണം പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു. 3 എണ്ണം കൊണ്ടുപോയി കഴിഞ്ഞു. 2 എണ്ണം ഇനിയും കൊണ്ടുപോകാനുണ്ട്. ബാക്കി അവശേഷിക്കുന്ന മൃതശരീരങ്ങളുടെ പാർട്സ് DNA ടെസ്റ്റ് നടത്തിയായിരിക്കും പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുക. ആ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള സംഘം രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ വിദഗ്ധന്മാരിപ്പോൾ എത്തിച്ചേരും. അതിനുശേഷം DNA ടെസ്റ്റ് നടക്കും. ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങൾ കൂടി കിട്ടിയതായിട്ടാണ് ഏറ്റവും അവസാനം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഒരുപക്ഷെ പല രൂപത്തിൽ നോക്കിയപ്പോഴും കാണാൻ കഴിയാതിരുന്നപ്പോൾ കിടാവർ ഡോഗ് വന്ന് ആ ഡോഗിൻ്റെ പരിശോധനയോടെ നടന്നപ്പോഴാണ് ഇപ്പോൾ പാർട്സ് വീണ്ടും കിട്ടിയെന്നുള്ള മെസ്സേജ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇന്നലെ കിട്ടിയതനുസരിച്ച് നമുക്ക് 7 പേരുടെ മൃതശരീരം മുഴുവനായും ബാക്കിയുള്ളത് പാർട്സായിട്ടുമാണ് കിട്ടിയിരുന്നത്. ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കഴിയുന്നത്ര ശേഖരിക്കുക, അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക, അത് ഇപ്പോഴും തുടരുക തന്നെയാണ് എന്നതാണ് അവിടുത്തെ സാഹചര്യം. മൃതദേഹം കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് സംബന്ധിച്ച തെരച്ചിൽ നടക്കുന്നുണ്ട്. അതേസമയം അടിയന്തരമായി മന്ത്രിസഭാ യോഗം ഇപ്പോൾ ചേർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മന്ത്രിസഭാ യോഗം ചേരുകയും ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം അടക്കം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് CMDRFിൽ നിന്ന് 10 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ SDRFിൽ നിന്ന് 4 ലക്ഷം രൂപയും, അങ്ങനെ 14 ലക്ഷം രൂപ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തരമായി നൽകാൻ ആണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ ആണ് അടിയന്തര സഹായമായി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം ഈ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് അതായത് പലതരത്തിൽ പല സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ടാണ് വിവിധ സംഘങ്ങൾ ഇപ്പോൾ ഈ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് സംബന്ധിച്ച് തെരച്ചിലുകൾ നടത്തുന്നത്. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ തെരച്ചിൽ നിർണായകമാകുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രം കണ്ടെത്തുക എന്നതുകൊണ്ട് മാത്രമല്ല, ഇനി ഈ അപകട കാരണത്തിലേക്ക് വെളിച്ചം വീശുന്ന കൂടുതൽ തെളിവുകളും മറ്റുമൊക്കെ ശേഖരിക്കേണ്ടത് കൂടി ഉത്തരവാദിത്തമാണ്. അതായത് നമുക്കറിയാം, ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ നിർമ്മിക്കുന്നതിന് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട്. ആ നിയമ സംവിധാനങ്ങൾ അനുശാസിക്കുന്ന തരത്തിൽ തീവ്രതയുള്ള വെടിമരുന്നുകൾ മാത്രമേ ഈ ഉപയോഗിക്കാൻ പാടുള്ളൂ വെടിക്കെട്ടുകൾ നടത്തുമ്പോൾ ഉള്ള നിർമ്മാണത്തിന് എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിശോധനകളിൽ ഒരു പക്ഷേ തീവ്രത ഏറിയ മറ്റു വസ്തുക്കളോ സ്ഫോടനക വസ്തുക്കളോ ഒക്കെ ഉണ്ടോ എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ടതല്ല എന്ന് പറയുമ്പോൾ പോലും പോലീസ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അട്ടിമറി സാധ്യതകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചും ഒക്കെ അന്വേഷിക്കേണ്ടതായി വരും. ഈ മണിക്കൂറുകളിൽ തീർച്ചയായും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് പറയുമ്പോൾ പോലും ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? അതായത് ഈ അപകട സ്ഥലം എന്നത് തന്നെ ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. 5 ഏക്കർ ഭൂവിസ്തൃതിയുള്ള ഒരു ചെറു തുരുത്താണ്. അവിടെ 8 വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായും ഈ വെടിക്കെട്ട് സാമഗ്രികൾ പലയിടങ്ങളിലായി സൂക്ഷിച്ച് അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, അങ്ങനെ ചൂട് കൂടിയാൽ പോലും സാധാരണ നിലയിൽ അങ്ങനെ ഈ വെടിക്കെട്ട് സാമഗ്രികൾക്ക് തീ പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതൊരു അസാധാരണത്വം തന്നെയാണ്. പക്ഷെ തള്ളിക്കളയാനും ആകില്ല. അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ അവിടെ പുറത്തു നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ, അവർക്ക് പറ്റിയൊരു പിഴവാണോ? ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഇനി അറിയേണ്ട പശ്ചാത്തലമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സൂക്ഷ്മമായി തന്നെ പരിശോധിക്കുന്നു. അതായത് അവിടെ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ, ശരീരാവശിഷ്ടങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ടവരുടേത് എന്ന് കരുതാൻ പറ്റുന്ന തരത്തിലുള്ള
മറ്റെന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഇവർ ഉപയോഗിച്ചിരുന്ന മൊബൈലുകൾ, ആഭരണങ്ങൾ, ഇതെല്ലാം ഇനിയുള്ള മണിക്കൂറുകളിൽ ഏറെ നിർണായകമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഇതാ മന്ത്രിസഭാ യോഗം ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. 14 ലക്ഷം രൂപയുടെ സഹായം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വി അരുണാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഏതു നിലയിലുള്ള സഹായം ആണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നാണ് ഈ ദുരന്ത സാഹചര്യം വിലയിരുത്തിയത്. അതിനുശേഷമാണ് CMDRF-ൽ നിന്ന് 10 ലക്ഷം രൂപയും സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപ, അങ്ങനെ 14 ലക്ഷം രൂപ മരിച്ചവരുടെ ആശ്രിതർക്ക് നൽകാൻ തീരുമാനമായിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ വീതം നൽകും. ഈ പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അടിയന്തര സഹായമായി അവർക്ക് 2 ലക്ഷം രൂപ വീതം നൽകും. ഈ ചികിത്സാ ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കാനും തീരുമാനമായിട്ടുണ്ട്. അല്പസമയത്തിന് 11 മണിക്ക് മന്ത്രിമാർ തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മാധ്യമങ്ങളെ കണ്ട് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കും. ദുരന്ത സാഹചര്യത്തിൽ ഇന്നത്തെ സർക്കാർ ഇടപെടൽ ഉണ്ടായിരുന്നു. ദുരിതനിവാരണ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിരുന്നു. അടിയന്തര ചെലവുകൾക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അതിന് പുറമെയാണ് ഈ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ നൽകാനും ചികിത്സ ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതം സഹായം നൽകാനും തീരുമാനമെടുത്തിരിക്കുന്നത്. യെസ്, അരുൺ സൂചിപ്പിക്കുന്നതനുസരിച്ച് അല്പസമയത്തിനകം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ 11 മണിക്കാണ് മാധ്യമങ്ങളെ മന്ത്രിമാർ കാണുക. ഈ തീരുമാനങ്ങൾ ഔദ്യോഗികമായി തന്നെ സർക്കാർ അറിയിക്കുകയും ചെയ്യും. സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപ, അങ്ങനെ 14 ലക്ഷം രൂപ നൽകും ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക്. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയാണ് അടിയന്തര സഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം കേന്ദ്ര സർക്കാർ ഇന്നലെ 2 ലക്ഷം രൂപ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ നിലവിൽ 16 ലക്ഷം രൂപ ആകെ ഈ കുടുംബാംഗങ്ങൾക്ക് ഒരു ആശ്വാസധനമായി ലഭിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതാ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെ ഉള്ളവർ ഈ അപകട സ്ഥലത്ത് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. അവർ പോലീസ് ഉദ്യോഗസ്ഥരോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഒരെണ്ണം ബാക്കി നിൽക്കുന്നുണ്ട്. കൺപൗഡറാണ് ഇത്. ഇതിന്റെ ഫോളോ ബിറ്റ്സ് പൊട്ടിപ്പൊട്ടിച്ച് 100 മീറ്റർ അകലേക്ക് ഫോളോ ബിറ്റ്സ് ആണല്ലേ, ആള് തിരിച്ചല്ലേ. അതെ അതെ ബൈക്ക് വയ്ക്കാൻ പറ്റും. യെസ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.